നമസ്കാരം. നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചില പറയാറുണ്ട് നെഗറ്റീവ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ്. നെഗറ്റീവല്ല. നെഗറ്റീവ് പോപ്പുലാരിറ്റി എന്നാൽ എന്താ? ഏതെങ്കിലും കുൽസിത പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക, പ്രവൃത്തികൾ ഉണ്ടാക്കുക, ഗുണ്ടായിസം കാണിക്കുക, വല്ലവനും തല്ലുക, കൊല്ലുക, പിന്നെ ദോഷങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെയാണ് നെഗറ്റീവ് പോപ്പുലാരിറ്റീസ്. ഗുണ്ടകളുടേത് അങ്ങനെയൊക്കെയുള്ളതാണ് നെഗറ്റീവ് പോപ്പുലാരിറ്റീസ്. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ കണ്ടെത്തലുകളും വ്യത്യസ്തമായ ചിന്തയും വ്യത്യസ്തമായ വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനപരമായി പരാമർശിച്ച് സ്ഥാപിച്ചെടുക്കുമ്പോൾ ചിലർ പറയും നെഗറ്റീവ് പോപ്പുലാരിറ്റി. അത് അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. അത് നെഗറ്റീവ് പോപ്പുലാരിറ്റി അല്ല. ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ കാര്യകാരണ സഹിതം അവതരിപ്പിച്ച് അത് സ്ഥാപിച്ചെടുക്കുമ്പോൾ പറയും അത് നെഗറ്റീവ് പോപ്പുലാരിറ്റിയാണ്. അപ്പോഴാണ് ഓരോരുത്തർ തെറി പറയുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് നല്ലതാണ്. തെറി പറയുന്നതിനോട് എനിക്കും അതും നല്ലതാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ ഒരു രീതിയാണ്. അതായത് നമ്മൾ കാലാകാലങ്ങളിലായി കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി നമ്മൾ വിമർശിച്ച് പറഞ്ഞാൽ നമ്മളെ വിമർശിക്കുക, നമ്മളെ അസഭ്യം പറയുക, പരിഹസിക്കുക ഒക്കെ ചെയ്യുന്നത്. എന്നാൽ അതിനെപ്പറ്റി ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. അത് ചിന്തിക്കാത്ത ജനതയാണ് എന്നും നമ്മുടെ മനുഷ്യലോകത്തുള്ളത്. ഗലീലിയോയെ വീട്ടുതടങ്കിലാക്കിയ ജനതയാണ്. യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ ജനതയാണ്. സോക്രട്ടീസിനെയും ഒക്കെ വധിച്ച ജനതയാണ് നമ്മുടേത്. അപ്പോൾ അത് ഈ വിമർശിക്കുന്നതിൽ വലിയ അത്ഭുതമില്ല. ഇക്കാലത്ത് തൂക്കിലേറ്റാനും കൊല്ലാനും പറ്റാത്തത് കൊണ്ട് അത് ചെയ്യുന്നില്ല. എന്നാലും നമ്മുടെ ജനങ്ങൾക്ക് അതിന് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്തേനെ. മതത്തെ വിമർശിക്കാൻ പാടില്ല, ദൈവത്തെ വിമർശിക്കാൻ പാടില്ല, മത അനുഷ്ഠാനങ്ങളെ വിമർശിക്കാൻ പാടില്ല. ഇതൊക്കെ വിമർശിച്ചാൽ അതൊക്കെ ഭീകരമായ കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്ന ജനത നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷവുമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുടെ പോപ്പുലാരിറ്റി അല്ലെ ജനസമ്മതി അല്ലെ ജനങ്ങൾ അറിയുന്നത് നെഗറ്റീവായി കണക്കാക്കുന്നത് തെറ്റാണ്. അത് നെഗറ്റീവ് പോപ്പുലാരിറ്റി അല്ല, അത് പോസിറ്റീവ് പോപ്പുലാരിറ്റി തന്നെയാണ്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് പോപ്പുലാരിറ്റിയാണ്. എനിക്കറിയത്തില്ല, ഞാൻ ആർക്കും ദോഷമൊന്നും ചെയ്യാറില്ല. ഉള്ളതുപോലെ പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ മാന്യൊന്നുമല്ല. ഇങ്ങോട്ട് കൊമ്പ് കൊടുത്താൽ അങ്ങോട്ടും കൊമ്പ് കൊടുക്കുന്ന ആളാണ്. എന്നാലും എൻ്റെ ശീലം അതല്ല മറ്റുള്ളവരെ നശിപ്പിക്കുക, മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഞാൻ പ്രതികരിക്കാറുണ്ട്, പല കാര്യത്തിനും പ്രതികരിക്കാറുണ്ട്. അതെൻ്റെ ജന്മ സ്വഭാവമാണ്. പലപ്പോഴും അത് വേണ്ട എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കലാണ്. നമ്മുടെ സ്വസ്ഥ ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷേ എന്നാലും ചില വ്യത്യാസങ്ങൾ നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയും. ചെറിയ രീതിയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അത് 10,000 പേര് കേട്ടാൽ 1000 പേര് ശ്രദ്ധിക്കും. ഒരു 100 പേര് അത് മനസ്സിലാക്കും. 10 പേര് ശരിയെന്ന് കണക്കാക്കും. ഒരാൾ പ്രവർത്തിക്കും. അതാണ് എൻ്റെ പോളിസി. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിന് ഒരു പരിണിത ഫലമുണ്ട്. ആ പരിണിത ഫലം സമൂഹത്തിൽ വരും, യാതൊരു സംശയവും വേണ്ട. അങ്ങനെ പരിണിത ഫലം ഉണ്ടാക്കാൻ ഒന്നും വേണ്ടിയല്ല ഞാൻ ഓരോന്ന് പറയുന്നത്. എൻ്റെ സന്തോഷം, എൻ്റെ താല്പര്യം അനുസരിച്ച് പറയുന്നതേ ഉള്ളൂ. ചിലതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് ആൾക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ നെഗറ്റീവ് പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമായി ചിന്തിക്കുന്നതിനെയും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നതിനെയും വ്യത്യസ്തമായി ജീവിക്കുന്നതിനെയും വ്യത്യസ്തമായി മനസ്സിലാക്കുന്നതിനെയും വിമർശിക്കുന്നതിനെയും ഒക്കെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അത് നെഗറ്റീവല്ല, അത് പോസിറ്റീവ് തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ ചിന്ത ഒരേ തരത്തിൽ കൊണ്ടുപോകരുത്. നമ്മൾ മനുഷ്യരാണ്. വ്യത്യസ്തമായി പല കാര്യങ്ങളും വിമർശിച്ച് വിവേചിച്ച് വിശകലനം ചെയ്ത് മനസ്സിലാക്കി പ്രവർത്തിക്കണം, അഭിപ്രായങ്ങൾ പറയണം. അല്ലാതെ ആ മാമൂലുകൾ പിടിച്ച് കുത്തിയിരുന്ന് അത് തന്നെ അങ്ങ് സ്വീകരിച്ചാൽ കാര്യം നടക്കില്ല. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ജീവിതത്തിന് അർത്ഥമില്ല. അതിന് അദ്ദേഹം നമ്മുടെ പുരാണങ്ങളിലെ പലതും ഉദ്ധരിച്ച് പറഞ്ഞു, ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ എഴുതി വെച്ച സംഗതികളാണ്. ഇങ്ങനെ ജീവിതത്തിന് പല അർത്ഥങ്ങളുണ്ട്, മറ്റേ ഇതാണ് ബ്രഹ്മം, നിർവ്വാണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉത്ബോധിപ്പിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു അതൊക്കെ ആ കാലത്ത് ഉള്ള മനുഷ്യർ അവരുടെ ചിന്തയിൽ നിന്നും വന്നതാണ്. ഇപ്പോൾ നിർവ്വാണാവസ്ഥ, അതായത് മോക്ഷപ്രാപ്തി, ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം മാത്രമാണ്. ഇപ്പോൾ സന്യാസിമാർ, സർവസംഘ പരിത്യാഗികൾ, അവർ പരമമായ ആനന്ദം അനുഭവിക്കുന്നു എന്നാണ് വെയ്പ്പ്. അങ്ങനെ പരമമായ ഒരു ആനന്ദമുണ്ടോ? അതായത് ദുഃഖമില്ലാത്ത അവസ്ഥ, പരമമായ ആനന്ദം അങ്ങനെയുണ്ടോ? എനിക്കറിയില്ല.
എനിക്കറിയാത്ത കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല. എന്നാലും സാധാരണ ഒരു മനുഷ്യനത് പ്രാപ്തമാക്കാൻ പറ്റാത്തതാണ് പരമമായ ആനന്ദം. പരമമായ ആനന്ദം എന്നുള്ളതായി എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ആരും എന്നോട് പറഞ്ഞു തന്നിട്ടുമില്ല. ഉണ്ട് 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 എന്ന് പറയുന്നുണ്ട്. സന്യാസിമാർ ഇങ്ങനെ പരമമായ ആനന്ദം അനുഭവിക്കുന്നവരാണ് എന്നൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു സന്യാസിയും പരമമായ ആനന്ദം അനുഭവിക്കുന്നവരല്ല. അവരെല്ലാം സുഖലോലുപതയിൽ സന്തോഷമായി നല്ല കാറിൽ, AC കാറിൽ, നല്ല വസ്ത്രം ധരിച്ച്, വടിവത്ത വസ്ത്രം ധരിച്ച് ജീവിക്കുന്നവരാണ്. വിവാഹം കഴിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിവാഹവും ഈ ആത്മസാക്ഷാത്കാരവും മോക്ഷവും ആയി എന്ത് ബന്ധമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ലൈംഗികത ഉണ്ടായാൽ മോക്ഷപ്രാപ്തിക്ക് തടസ്സമാകുമോ എന്നും എനിക്കറിയില്ല. ലൈംഗികത തടഞ്ഞു വെച്ചാൽ നമുക്ക് പരമമായ ആനന്ദം കിട്ടുമോ എന്നും എനിക്കറിയത്തില്ല. ലൈംഗികത തടഞ്ഞു വെച്ചാൽ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടെൻഷനാണ്, പ്രയാസമാണ്. അത് സാധാരണ ഒരു 100% ആൾക്കാർക്കും അല്ലെങ്കിൽ 99% ആൾക്കാർക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഈ ലൈംഗിക വികാരമുള്ള, ലൈംഗിക കഴിവുള്ള ആൾക്കാർക്ക് അത് തടഞ്ഞു വെച്ചാൽ പ്രശ്നമാണ്. ഇതെല്ലാം നമ്മൾ പണ്ട് മുതലേ അനുവർത്തിച്ച് വന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് അതെല്ലാം ശരി എന്ന് കണക്കാക്കി ചിന്തിച്ച് അതാണ് ശരി എന്ന് നമ്മുടെ തലച്ചോറിനെ ചിട്ടപ്പെടുത്തി നിർത്തി മറ്റു കാര്യങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുകയാണ്. നമ്മൾ അതിലൂടെ നമ്മൾ മാത്രം കാണുകയാണ്. നമ്മുടെ ഈ ചിന്ത, ഈ അറിവുകൾ ഒക്കെ മാറ്റി നിർത്തി യുക്തിപരമായി ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ നമ്മൾ വിവേകമുള്ള മനുഷ്യരാകും, വിവേകമുള്ള വ്യക്തിയാവും. ഞാൻ പറയുന്നതിലൊക്കെ ചില അശ്ലീലങ്ങളും അസഭ്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള ആരോപണങ്ങളുണ്ട്. ലൈംഗികത കൂടുതലുണ്ടെന്നുള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ അവരവരുടെ കണ്ണിൽ തോന്നുന്നതാണ്, അവരുടെ സങ്കുചിത മനോഭാവം കൊണ്ട് തോന്നുന്നതാണ്. ഈ സങ്കുചിതത്വം വന്നാൽ പലതും അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റത്തില്ല, അതിൻ്റെ സന്ദേശം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആരോപണങ്ങളൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ നെഗറ്റീവ് പോപ്പുലാരിറ്റിയും പോസിറ്റീവ് പോപ്പുലാരിറ്റിയും പ്രശസ്തിയും ദുഷ്കീർത്തിയും ഒക്കെ വ്യത്യസ്തങ്ങളാണ്. അത് ഇത്തരത്തിൽ വ്യത്യസ്തമായി അഭിപ്രായം പറയുന്നവരെ ദുഷ്കീർത്തിയുള്ളവർ എന്ന് പറയരുത്. എന്നെപ്പറ്റി പറഞ്ഞാൽ എനിക്കൊരു കുന്തവുമില്ല, പറയുന്നവർ പറയട്ടെ. അത് പണ്ട് പോലെ ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. നന്ദി, നമസ്കാരം.